നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. സംഘർഷത്തിൽ മുങ്ങി യൂത്ത് കോൺഗ്രസ് കളക്ടറേറ്റ് മാർച്ച്. ജലപീരങ്കിക്കെതിരെ കല്ലേറ്. നേതാക്കൾ പോലീസ് കസ്റ്റഡിയിൽ. മാർച്ച് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യം ഉന്നയിച്ച്. പുഴയുടെ ചിരി മായാതെ കാക്കാൻ ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമിയും. പെരുമ്പാപ്പുഴയിൽ ശുചീകരണം. കുമിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് ബന്ധപ്പെട്ടവർക്ക് കൈമാറി. ഇനി ലക്ഷ്യം പഴയങ്ങാടി പുഴ ശുചീകരണ പ്രവൃത്തി. വീണ്ടും PJ തരംഗം. P ജയരാജനെ പുകഴ്ത്തി കണ്ണൂരിൽ ഫ്ലക്സുകൾ നിരന്നു. പുകഴ്ത്തൽ CPM ശക്തി കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച്. പ്രതിഷേധം CPM പാർട്ടി കോൺഗ്രസിൽ ജയരാജനെ ഉൾപ്പെടുത്താത്തതിനാൽ. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറെ നേരം ഉന്തും തള്ളുമുണ്ടായി. KPCC മെമ്പർ അഡ്വക്കേറ്റ് TO മോഹനാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. ഏറ്റവും ഒടുവിലായിട്ട് വന്ന വാർത്തയാണ് വീണ വിജയൻ. നമുക്കിതിനു മുമ്പ് വന്ന വാർത്തയാണ്. പക്ഷേ നമ്മൾ 1.7 കോടി എന്ന് ആദ്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ 2.7 കോടിയാണ് അദ്ദേഹത്തിന്റെ മകൾ കൈപ്പറ്റിയത്, ഒരു സേവനവും നടത്താതെ എന്നതാണ് കണ്ടത്. എല്ലാറ്റിനും ന്യായീകരണവുമായി വരുന്ന AK ബാലൻ ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തു വന്ന് പറഞ്ഞു അതിനൊന്നും അഴിമതിയില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്താണെന്ന് പറയാൻ തയ്യാറാകണം. നമ്മൾ ആലോചിച്ചാട്ടെ, ഒരു സേവനവും നടത്തിയിട്ടില്ല. ചോദിക്കുമ്പോൾ പറയുന്നത് എന്താ? അത് അക്കൗണ്ടിലേക്ക് പണം അയച്ചു കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അത് വീണ വിജയന്റെ അച്ഛൻ മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെത്. വീണ വിജയൻ താമസിക്കുന്നത് ക്ലിഫ് ഹൗസിലാണ്. കുറെ സമയം ക്ലിഫ് ഹൗസിൽ താമസിക്കും. പിന്നീട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ വീട്ടിനകത്ത് താമസിക്കും, ഔദ്യോഗിക ഭവനത്തിൽ. അങ്ങനെ മാറി മാറി താമസിക്കുന്ന വീണ വിജയന്റെ പേരിൽ ഒരു കടലാസ് കമ്പനി ബാംഗ്ലൂരിൽ രജിസ്റ്റർ ചെയ്തു, എക്സാലോജിക്ക്. നിലവിലൊരു സേവനവും കൊടുത്തിട്ടില്ല. ഒരു സേവനവും കൊടുക്കാതെ ഈ തുക കൈമാറുന്നത് അദ്ദേഹം മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ്. ആ സൗജന്യങ്ങൾ വാങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രവർത്തകർ ചെരുപ്പും കൊടിക്കമ്പുകളും പോലീസിനു നേരെ വലിച്ചെറിഞ്ഞു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു മാറ്റിയ വാഹനത്തിന് മുന്നിൽ നിന്നും പ്രവർത്തകർ പ്രതിഷേധിച്ചു. ഫർസീൻ മജീദ് ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു മാറ്റി. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ മാസപ്പടി കേസിൽ പ്രതി ചേർത്ത സാഹചര്യത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കലക്ടറേറ്റ് മാർച്ച്. ജില്ലാ പ്രസിഡന്റ് വിജിൻ മോഹൻ അധ്യക്ഷനായി. ഫർസീൻ മജീദ് സ്വാഗതം പറഞ്ഞു. രാഹുൽ വെച്ചിയോട്ട്, ജോഷി കണ്ടത്തിൽ, ഷിബിന VK, മുഹസിൻ കാദിയോട്, സുധീഷ് വെള്ളച്ചാൽ, ഫർഹാൻ മുണ്ടേരി, വരുണ MK, ജിതിൻ കൊളപ്പ, അമൽ കുറ്റ്യാട്ടൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ASP ട്രെയിനി വളവട്ടം SHO B കാർത്തിക്കിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം കലക്ടറേറ്റ് പരിസരത്ത് നിലയുറപ്പിച്ചിരുന്നു. ആരോഗ്യകരമായ തുടക്കം, പ്രതീക്ഷാ നിർഭരമായ ഭാവി എന്ന ശീർഷകത്തോടെ പട്ടുവം കുടുംബാരോഗ്യ കേന്ദ്രം ലോകാരോഗ്യ ദിനം ആചരിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രശ്മി മാത്യു ലോകാരോഗ്യ സന്ദേശം നൽകി. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് P. ശ്രീമതി അധ്യക്ഷത വഹിച്ചു. മെമ്പർമാരായ സീനത്ത് മഠത്തിൽ, ശ്രുതി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുകുമാരി, കുഞ്ഞികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് PV രാജൻ തുടങ്ങിയവരും പൊതുജനങ്ങളും ആശാപ്രവർത്തകരും കുടുംബാരോഗ്യ കേന്ദ്രം ജീവനക്കാരും പങ്കെടുത്തു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രശ്മി മാത്യു ലോകാരോഗ്യ സന്ദേശം കൈമാറി. KNM മദ്രസ പൊതുപരീക്ഷ ജില്ലയിലെ വിവിധ സെന്ററുകളിൽ ഇന്നലെ ആരംഭിച്ചു. 5, 7, 10 ക്ലാസുകളിലാണ് പൊതുപരീക്ഷ നടക്കുന്നത്. 6 ദിവസം നീണ്ടു നിൽക്കുന്ന പരീക്ഷാ സെന്ററുകൾ KNM നേതാക്കൾ സന്ദർശിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ഇബ്രാഹിം ഹാജിയുടെ നേതൃത്വത്തിലുള്ള ടീമാണ് സന്ദർശനം നടത്തുന്നത്. KNM വിദ്യാഭ്യാസ ബോർഡ് മെമ്പർമാരായ അബ്ദുൾ ഖയ്യൂം പാലത്ത്, CH ഇസ്മായിൽ ഫറൂഖി, ജില്ലാ സെക്രട്ടറി ഇസ്ഹാഖ് അലി കല്ലിക്കണ്ടി, വൈസ് പ്രസിഡന്റ് യാബു എല്ലാങ്കോട്, മണ്ഡലം ഭാരവാഹികളായ T. അഷ്റഫ് മാസ്റ്റർ, കബീർ കരിയാട്, അഹമ്മദ് സദാദ് മദനി, അബ്ദുസമദ് ഏലാക്കോട്, ജില്ലാ വിദ്യാഭ്യാസ സെക്രട്ടറി അൻസാർ മാസ്റ്റർ ഉളിയിൽ എന്നിവരാണ് സന്ദർശന ടീമിലുള്ളത്. അടുത്ത ദിവസങ്ങളിൽ കോംപ്ലക്സ് സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ സന്ദർശനം തുടരുന്നതാണ്. പാപ്പിനിശ്ശേരി, വാരം, കാട്ടാമ്പള്ളി, കണ്ണൂർ, ഏലാങ്കോട്, കല്ലിക്കണ്ടി, കടവത്തൂർ എന്നീ സ്ഥലങ്ങളാണ് സന്ദർശിച്ചത്.
താഴ്ചുവ സംഗമം റെസിഡൻസ് അസോസിയേഷൻ വാർഷികാഘോഷം സമദർശിനി നഗറിന് സമീപം കടാങ്കോട് പറമ്പിൽ വെച്ച് നടന്നു. സാംസ്കാരിക സമ്മേളന ഉദ്ഘാടനവും ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശവും ശ്രീജിത്ത് കൊടേരി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ആശാപ്രവർത്തകരെ അനുമോദിച്ചു. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെച്ച റെസിഡൻസ് അസോസിയേഷന് ഹരിത കേരള മിഷൻ നൽകുന്ന 5 സ്റ്റാർ പദവി നേടിയ റെസിഡൻസ് അസോസിയേഷനാണ് താഴെച്ചൊവ്വയിലെ സംഗമം റെസിഡൻസ് അസോസിയേഷൻ. ഇത്തവണത്തെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി SRA പൊതുയോഗം, സാംസ്കാരിക സമ്മേളനം, അനുമോദനം, ആദരണം, സമ്മാനദാനം, വിവിധ കലാപരിപാടികൾ എന്നിവയും അരങ്ങേറി. SRA പ്രസിഡന്റ് തൈക്കണ്ടി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി NK വിനൂപ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ P ദാമോദരൻ വരവ് ചിലവ് കണക്ക് അവതരണം നടത്തി. കണ്ണൂർ കോർപ്പറേഷൻ കൌൺസിലർ S ഷഹീദ, ധനേഷ് മോഹൻ, SRA ഉപദേശക സമിതി അംഗം അമർനാഥ്, വനിതാവേദി കൺവീനർ H സ്മിത, ജോയിന്റ് സെക്രട്ടറി N സിറാജ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സാംസ്കാരിക സമ്മേളനം, ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശവും ശ്രീജിത്ത് കൊടേരി ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ അനുഭവങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ എന്താ പറയുക, വാർത്തകളിലൂടെ ഞങ്ങൾ കേട്ടതോ കണ്ടതോ എന്താ പറയുക അനുഭവിച്ചറിയുന്നതായ കാര്യങ്ങളാണ് നമ്മളെപ്പോഴും മുന്നിലൂടെ പോകുന്നത്. എത്രയോ കാര്യങ്ങൾ, ഏത് കേസെടുത്താലും ഇപ്പോൾ റിപ്പോർട്ടാവുന്ന ഏത് കേസെടുത്താലും ആ കേസിൻ്റെ ഒരു റൂട്ട് കോസ്, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്, മൂലകാരണം എന്താണെന്ന് നോക്കുമ്പോൾ അവിടെയൊക്കെ ഈ ലഹരിയുടെ പിന്നാമ്പുറ കഥകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വളരെ പേടിയാകുന്ന രീതിയിൽ ഇനി എന്താണ് വരാൻ പോകുന്നത് എന്ന് പറയാൻ പറ്റാത്ത എല്ലാ മേഖലയിലും, സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും ഈ ലഹരി എന്ന ആ ഒരു ബോംബ് ഇപ്പോൾ കടന്നു കയറിയിരിക്കുന്നു. നമുക്കത് നേരിട്ട് കാണാൻ സാധിക്കുന്നു. ദേശീയ, സംസ്ഥാന, ജില്ലാ തലങ്ങളിൽ മികച്ച സേവനം നടത്തിയവരെയും പുരസ്കാരം നേടിയവരെയും അനുമോദിക്കുന്ന ചടങ്ങും നടന്നു. തുടർന്ന് SRA വനിതാവേദിയുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പുരുഷന്മാരുടെ ഒപ്പന പരിപാടിയിലെ വേറിട്ട കാഴ്ചയായി. തുടർന്ന് സംഗമം സർഗവേദി പ്രമുഖ ഗായകരെ അണിനിരത്തിയുള്ള ഗംഭീര ഗാനമേളയും അവതരിപ്പിച്ചു. പ്രമുഖ TV ചാനലുകളിൽ പരിപാടികൾ അവതരിപ്പിക്കുന്ന സനൽ കല്ലാട്ടും രാജേഷും നയിച്ച മാജിക് ഷോ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. സംഘർഷത്തിൽ മുങ്ങി യൂത്ത് കോൺഗ്രസ് കലക്ടറേറ്റ് മാർച്ച്. ജലപീരങ്കിക്കെതിരെ കല്ലേറ്. നേതാക്കൾ പോലീസ് കസ്റ്റഡിയിൽ. മാർച്ച് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യം ഉന്നയിച്ച്. പുഴയുടെ ചിരി മായാതെ കാക്കാൻ ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമിയും. പെരുമ്പാപ്പുഴയിൽ ശുചീകരണം. കുമിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് ബന്ധപ്പെട്ടവർക്ക് കൈമാറി. ഇനി ലക്ഷ്യം പഴയങ്ങാടി പുഴ ശുചീകരണ പ്രവൃത്തി. വീണ്ടും PJ തരംഗം. P ജയരാജനെ പുകഴ്ത്തി കണ്ണൂരിൽ ഫ്ലക്സുകൾ നിരന്നു. പുകഴ്ത്തൽ CPM ശക്തി കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച്. പ്രതിഷേധം CPM പാർട്ടി കോൺഗ്രസിൽ ജയരാജനെ ഉൾപ്പെടുത്താത്തതിനാൽ. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. ശുചിത്വ തീരം, സുന്ദര തീരം, മാലിന്യ വിമുക്ത നവകേരള സൃഷ്ടിയുടെ ഭാഗമാകാൻ ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമിയും. ഞായറാഴ്ച രാവിലെ 6:30 പെരുമ്പാപ്പുഴയുടെ തീരത്ത് ശുചീകരണ പരിപാടി നടന്നു. പയ്യന്നൂർ മുനിസിപ്പൽ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു.
പെരുമ്പ മുതൽ ചൂട്ടാട് അഴിമുഖം വരെ ഇരുകരകളിലും പതിറ്റാണ്ടുകളായി അടിഞ്ഞുകൂടിയിരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ 35 വലിയ ചാക്കുകളിലായി ഫൈബർ വള്ളങ്ങളും നാടൻ തോണിയും കയാക്ക് വള്ളങ്ങളും ഉപയോഗിച്ച് ശേഖരിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് 12 മണിയോടെ പാലക്കോട് ഹാർബറിന് സമീപം സമാപന പരിപാടി രാമന്തളി പഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ പുഴകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനു മുന്നേ ജില്ലക്കകത്ത് മറ്റ് സംഘടനകൾ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ഏറ്റെടുത്ത് വിജയിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്രദേശത്തും ആ ഒരു നിലയിലേക്ക് ഒരു പരിപാടി ഏറ്റെടുത്തുകൊണ്ട് അത് വിജയിപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. നേരത്തെ ചാച്ചാട്ട സൂചിപ്പിച്ചതുപോലെ 9:30 തന്നെ ഒരു പരിപാടി നിങ്ങളിവിടെ എത്തുമെന്ന നിലയിലേക്ക് ഞാൻ എത്തിയിരുന്നു. വീണ്ടും വീട്ടിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ എൻ്റെ മക്കൾ ചോദിച്ചു, അമ്മ നേരത്തെ പോയ പരിപാടിയല്ലേ വീണ്ടും എന്തിനാ ആ ഒരു പരിപാടിയിലേക്ക് പോകുന്നതെന്ന്. ഒരൊറ്റ ഉത്തരം അവരോട് എനിക്ക് പറയാനുണ്ടായത് ഇത് എൻ്റെയും കൂടി പരിപാടിയാണ്, അതുകൊണ്ട് എനിക്കത് പോവാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിനകത്ത് നടത്തുന്ന പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഒരാൾ എന്ന നിലയിൽ നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സംഘടന അല്ലെങ്കിൽ ഒരു അക്കാദമി ഇത്തരം പരിപാടികളുമായി മുന്നോട്ട് വരുമ്പോൾ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ്. ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തു. തീരത്തെ കാടുകളിലും മുളകൾക്കിടയിലും അടിഞ്ഞുകൂടിയിരുന്ന പ്ലാസ്റ്റിക് ശേഖരിക്കുക എന്നത് ഏറെ സാഹസപ്പെട്ട ജോലിയായിരുന്നു. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടെന്ന് പറഞ്ഞാൽ ഒരു 5 അല്ലെങ്കിൽ 10 മീറ്റർ ചുറ്റളവിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം 3 ചാക്കിനകത്ത് ഒരു 5 മീറ്റർ ചുറ്റളവിൽ മാത്രം ചെയ്തപ്പോൾ 5 മീറ്റർ ചെറിയൊരു പ്രദേശത്ത് മാത്രം നോക്കിയപ്പോൾ ഇത് കിട്ടി. ഇനിയിപ്പോൾ ഒരുപാട് ശേഖരിക്കാനുണ്ട്. ഇതൊരു സൂചന മാത്രമാണ്. ഇതെല്ലാം എനിക്ക് തോന്നുന്നത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും പ്രദേശങ്ങളിൽ അതാത് സംഘടനകളും എല്ലാം മുൻകൈ എടുത്തുകൊണ്ട് കൃത്യമായിട്ട് അതായത് ഇപ്പം പുതിയ ആളുകൾ ഇതെല്ലാം നിക്ഷേപിക്കുന്നത് കുറവാണ്. മാലിന്യങ്ങൾ പുഴയിലേക്കോ പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്നത് കുറഞ്ഞു വരുന്നുണ്ട്, വളരെ വലിയ തോതിൽ കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ഇത് പഴയ കാലങ്ങളിൽ ഉണ്ടായ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇപ്പോൾ അടിഞ്ഞു കിടക്കുന്നത്. അതിനെയാണ് നമ്മൾ നീക്കം ചെയ്യുന്നത്. നമ്മളെല്ലാവരും മുൻകൈ എടുത്ത് അതിനെ നീക്കം ചെയ്യുക എന്നുള്ളതിൻ്റെ സൂചന മാത്രമാണ് നമ്മൾ ഈ പരിപാടിയിൽ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 12 പേരോളം ആണ് നമ്മൾ കയാക്കിലും നാടൻ തോണി ഫൈബർ വള്ളങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് ശേഖരിച്ചുകൊണ്ട് ഇപ്പോൾ രാവിലെ നമ്മുടെ പയ്യന്നൂർ പെരുമ്പ കടവിൽ നിന്ന് പയ്യന്നൂർ മുനിസിപ്പൽ വൈസ് ചെയർമാനായിട്ട് കുഞ്ഞപ്പേട്ടൻ ഉദ്ഘാടനം ചെയ്തു. ഇതിൻ്റെ സമാപനം എന്നുള്ളതിലേക്ക് ചൂട്ടാട് അഴിമുഖത്ത് ആണ് അവസാനിക്കുന്നത്. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് രാമന്തളി പഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ അതിൻ്റെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ ഇത് കൈമാറുന്നതാണ്. നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് കൈമാറി ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി മാറ്റുന്നതാണ്. ഓക്കെ. പരിപാടിയുടെ ഭാഗമായ കൂത്തുപറമ്പ് ഫയർ സ്റ്റേഷനിലെ മനോജ് സർ, റഫീഖ് ഈണ്ടയിൽ മക്കളായ സ്വാലിഹ, സമീഹ, ഹാഷിം, പുഞ്ചക്കാട് എബ്രഹാം, വാഷിംഗ്ടൺ, വില്യംസ് ചാൾസ് എന്നിവരായിരുന്നു ശുചീകരണ വോളണ്ടിയർമാരായി എത്തിയത്. ഏപ്രിൽ 13 പഴയങ്ങാടി പുഴയിലാണ് അടുത്ത ശുചീകരണ പരിപാടി തീരുമാനിച്ചിരിക്കുന്നത്. ചൊവ്വ ധർമ്മസമാജം UP സ്കൂൾ 102ാം വാർഷികം ആഘോഷിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മിസ്ട്രസ് ഷർണ ഗംഗാധരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ PTA പ്രസിഡന്റ് മധു കൊയ്ലി അധ്യക്ഷത വഹിച്ചു. മുൻ കണ്ണൂർ നോർത്ത് AEO OC പ്രസന്നകുമാരി ടീച്ചർ വിദ്യാലയത്തിന്റെ 100ാം വാർഷിക മാഗസിൻ പ്രകാശനം ചെയ്തു. ചടങ്ങിൽ മുൻ ഡെപ്യൂട്ടി മേയർ ഷബീന ടീച്ചർ, KC സുധീർ, കണ്ണൂർ നോർത്ത് BPC മദർ PTA പ്രസിഡന്റ് CK വിദ്യ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്കൂൾ ലീഡർ K സന്മയ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി. CPM പാർട്ടി കോൺഗ്രസ് മധുരയിൽ സമാപിച്ചതിന് പിന്നാലെ CPM നേതാവ് P ജയരാജനെ പുകഴ്ത്തി കണ്ണൂരിൽ ഫ്ലക്സ് ബോർഡുകൾ. തൂണിലും തുരുമ്പിലും ദൈവം എന്ന പോലെ ജനമനസ്സിലുള്ള സഖാവ് എന്ന വാചകത്തിനൊപ്പം ജയരാജന്റെ ചിത്രമുള്ള ഫ്ലക്സുകളാണ് കണ്ണൂരിൽ പ്രത്യക്ഷപ്പെട്ടത്. CPM ശക്തി കേന്ദ്രങ്ങളായ കക്കോത്ത്, RV മൊട്ട ഭാഗങ്ങളിലാണ് പുലർച്ചെയോടെ ഫ്ലെക്സ് ബോർഡുകൾ കണ്ടെത്തിയത്. പാർട്ടി കോൺഗ്രസിൽ P ജയരാജനെ കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിലുള്ള പ്രതിഷേധമാണ് ഫ്ലെക്സ് ബോർഡിന് പിന്നിലെന്നാണ് വ്യക്തമാകുന്നത്. സംസ്ഥാന സമ്മേളനത്തിൽ P ജയരാജനെ സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടുത്താതിരുന്നപ്പോഴും ജില്ലയിലെ പാർട്ടി അനുഭാവികൾ സാമൂഹിക മാധ്യമങ്ങളിൽ സമാന പോസ്റ്റ് ഇട്ടിരുന്നു. മുൻപ് ജില്ലാ സെക്രട്ടറിയായിരുന്നപ്പോൾ P ജയരാജനെ വാഴ്ത്തുന്ന സ്തുതിഗീതങ്ങളും പ്രവർത്തകർ പുറത്തിറക്കിയിരുന്നു. ഇത് വ്യക്തി ആരാധന എന്ന നിലയിൽ ജയരാജനെതിരെ പാർട്ടിയിൽ വിമർശനങ്ങൾക്കും ഇടവച്ചിരുന്നു. എളയാവൂർ CH സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ CH സെന്റർ അങ്കണത്തിൽ ഈദ് സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. സജീവ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ എളയാവൂർ CH സെന്ററിന്റെ 4ാമത് ആംബുലൻസിന്റെ താക്കോൽ കൈമാറ്റവും നടന്നു. ലഭിക്കാത്ത സാഹചര്യത്തിലാണ് അവർക്ക് പോലും ഒരു മാതൃകയായി CH സെന്ററിനെ പോലെ വളരെ മാതൃകാപരമായ സന്നദ്ധ പ്രവർത്തനങ്ങൾ
ചാരിറ്റി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ഇവിടെ നടത്തി വരുന്നു. CH സെന്ററിന്റെ നിരവധി പ്രവർത്തനങ്ങളെ കേൾക്കാനും കാണാനും പറഞ്ഞറിയാനും അവസരം ലഭിച്ച ഒരു ജനപ്രതിനിധി, ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഏറ്റവും അഭിമാനത്തോടെയാണ് ഇതിന്റെ സാരഥികളെ സ്മരിക്കുന്നത്. ഇവിടെ ജാതി മത വർഗീയ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ, വർണ്ണവ്യത്യാസങ്ങളില്ലാതെ എല്ലാ വിഭാഗങ്ങളെയും ജനങ്ങൾ ഇവിടെ ആരാണോ സഹായത്തിലെത്തുന്നത് അവരെ സഹായിക്കാനുള്ള ഏറ്റവും മഹത്തരമായ ഒരു സഹാനുഭൂതി എന്നും ഇതിന്റെ പ്രവർത്തന മുഖമുദ്രയായി കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അതാണ് ഈ മഹത്തായ സ്ഥാപനത്തിന്റെ പ്രത്യേകത എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നിവിടെ സമർപ്പിക്കപ്പെടുന്ന ആംബുലൻസ് നമുക്കറിയാം, ഏറ്റവും പാവങ്ങൾക്കാണ് അതിന്റെ പ്രയോജനം ലഭിക്കുക. അടിയന്തര ഘട്ടങ്ങളിൽ പാവങ്ങളെ സഹായിക്കാൻ, ബുദ്ധിമുട്ടുന്നവരെ, വേദനിക്കുന്നവരെ സഹായിക്കാനുള്ള ബൃഹത്തായ ഒരു പദ്ധതിയാണ്. ഇന്ന് സാമ്പത്തികമായ പ്രതിസന്ധിയുടെ കാലഘട്ടമാണ് എന്ന് നമുക്ക്. ചെയർമാൻ CH മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷനായി. സെന്ററിന്റെ 4ാമത് ആംബുലൻസായ NK മഹമ്മൂദ് സാഹിബ് മെമ്മോറിയൽ ആംബുലൻസ് വ്യവസായ പ്രമുഖനും സാമൂഹ്യ മേഖലയിലെ സ്തുത്യർക്ക സേവകനുമായ ബ്ലാത്തൂർ അബൂബക്കർ ഹാജിക്ക് മഹമ്മൂദിന്റെ മകൻ റയീസ് അസ്ഹദി താക്കോൽ നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. മൊബൈൽ ഫ്രീസർ സംവിധാനം സജി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. PV സൈനുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. സൌദി അൽ ബർജ് KMCCയുടെ ഫണ്ട് അൽ ബർജ് KMCC സെൻട്രൽ കമ്മിറ്റി ട്രഷറർ അഷറഫ് കല്ലൂർ ഏൽപ്പിച്ചു. SMF ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൾ ബാഖി, മുഹമ്മദ് റഫീഖ് അമ്മാനി, M ഇദ്രീസ്, മസാദ് സുല്ലമി, ഷക്കീൽ ഫാറൂഖി, KN രാധാകൃഷ്ണൻ, ഫാദർ ക്ലാൻഡ് കപ്പുച്ചിൻ, ജില്ലാ വൈസ് അമർനാഥ്, SV മുഹമ്മദ് അലി, നൌഷാദ് ബ്ലാത്തൂർ, KM കുഞ്ഞി തൃക്കരിപ്പൂർ, മൊയ്തു മാണിയൂർ, സെന്റർ ജനറൽ സെക്രട്ടറി KM ഷംസുദ്ദീൻ, ഉമർ പുറത്തിൽ, സാമൂഹ്യ പ്രവർത്തക സാജിദ ഹാരിസ് N അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. ലോകാദരണീയനായ ശ്രീ നാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ തളാപ്പ ശ്രീ സുന്ദരേശ്വര ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. BN തങ്കപ്പൻ തന്ത്രി പറവൂരിന്റെ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റം നടന്നത്. ഏപ്രിൽ 13 വൈകുന്നേരം ക്ഷേത്രത്തിൽ നിന്നും പയ്യാമ്പലം കടൽ തീരത്തേക്ക് ആറാട്ട് എഴുന്നള്ളിച്ച് കർമ്മങ്ങൾ പൂർത്തിയാക്കി ക്ഷേത്രത്തിൽ തിരിച്ചെത്തി കൊടിയിറക്കുന്നതോടുകൂടി ഉത്സവം സമാപിക്കും. സുന്ദരേശ്വര ക്ഷേത്ര മഹിളാ സംഘത്തിന്റെ ഭജനയും രാത്രി ചലച്ചിത്ര പിന്നണി ഗായിക അഖില ആനന്ദ്, അമിത് ഭാസ്കർ എന്നിവർ നയിച്ച സംഗീത വിരുന്നും അരങ്ങേറി. തുടർന്ന് കക്കാട് തുളിച്ചേരി ഉത്സവ കമ്മിറ്റിയുടെ കാഴ്ചവരവും ക്ഷേത്രത്തിലെത്തിച്ചേർന്നു. ശ്രീഭൂതബലിയും 11:30 മുതൽ മഹോത്സവവും നടന്നു. ഇന്ന് രാവിലെ 7:30 ഭജന, വൈകിട്ട് 5 മുതൽ ശീവേലി എഴുന്നള്ളത്ത്, 7:30 ആധ്യാത്മിക പ്രഭാഷണം എന്നിവയും നടന്നു. രാത്രി 8:45 പിന്നണി ഗായകൻ നിതീഷ് കാർത്തിക്, ശ്രീലക്ഷ്മി ശ്രീധർ എന്നിവർ നയിക്കുന്ന മ്യൂസിക് നൈറ്റ്, 11 മോതിരം വെച്ച് തൊഴൽ, തുടർന്ന് ശ്രീഭൂതബലി, മഹോത്സവം എന്നിവ നടക്കും. ശനിയാഴ്ച വരെ രാത്രി 8 അന്നപ്രസാദവും ഉണ്ടാകും. ഉത്സവം 13 സമാപിക്കും. ന്യൂസ് കണ്ണൂർ. അശാസ്ത്രീയ മാലിന്യ സംസ്കരണം തളിപ്പറമ്പിലെ സ്ഥാപനത്തിന് 30,000 രൂപ പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. ലോലിന കഫേയിലാണ് മലിനജല ടാങ്ക് ഓവർഫ്ലോ ഉൾപ്പെടെയുള്ള അശാസ്ത്രീയത കണ്ടെത്തിയത്. ക്വാർട്ടേഴ്സിന്റെ ടെറസിൽ 5 ഡ്രമ്മുകളിലായി ഭക്ഷണ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കെട്ടിവച്ചതായും കണ്ടെത്തി. തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി തളിപ്പറമ്പ് നഗരസഭയ്ക്ക് സ്ക്വാഡ് നിർദ്ദേശം നൽകി.
ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തളിപ്പറമ്പ് നഗരസഭാ പരിധിയിൽ നടത്തിയ പരിശോധനയിലാണ് അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് തളിപ്പറമ്പ് ടൌണിൽ പ്രവർത്തിച്ചു വരുന്ന ലോലിനോ കഫേക്ക് 30,000 രൂപ പിഴ ചുമത്തിയത്. പരിശോധനാ വേളയിൽ സ്ഥാപനത്തിന്റെ മലിനജല ടാങ്ക് ഓവർഫ്ലോ ചെയ്ത് മലിനജലം തുറസായി കെട്ടിടത്തിന്റെ പാർക്കിംഗ് ഗ്രൌണ്ടിൽ കെട്ടിക്കിടക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. മലിനജലം ഓവർഫ്ലോ വരുന്നതിനനുസരിച്ച് പൊതു റോഡിലൂടെ ഒഴുകിപ്പോകുന്ന സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. സമീപത്തെ സ്ഥാപനങ്ങൾക്കും മലിനജലത്തിന്റെ ദുർഗന്ധം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി പരിശോധനയിൽ ബോധ്യപ്പെട്ടു. സ്ക്വാഡ് സ്ഥാപനത്തിന്റെ ഉള്ളിൽ നടത്തിയ പരിശോധനയിൽ ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിക്കാതെ ബിന്നുകളിൽ കൂട്ടിയിട്ടിരിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. സ്ഥാപനത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്നില്ല എന്ന് സ്ക്വാഡിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ സ്ഥാപനത്തിലെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന പൂക്കോത്ത് തെരുവിലെ ക്വാർട്ടേഴ്സിന്റെ ടെറസിൽ 5 ഡ്രമ്മുകളിലായി നിരവധി ഗാർബേജ് ബാഗുകളിൽ കെട്ടിയ നിലയിൽ സ്ഥാപനത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഗാർബേജ് ബാഗുകൾ തുറന്നു പരിശോധിച്ചപ്പോൾ ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് കുപ്പികളും മറ്റ് ജൈവ അജൈവ മാലിന്യങ്ങളും തരംതിരിക്കാത്ത നിലയിൽ കാണപ്പെട്ടു. ഈ മാലിന്യങ്ങൾ മുഴുവനായി സ്വകാര്യ വ്യക്തിക്ക് പണം നൽകി കൈമാറുകയാണ് ചെയ്യുന്നതെന്ന് സ്ഥാപനത്തിന്റെ മാനേജർ സ്ക്വാഡിനെ അറിയിച്ചു. മലിനജലം തുറസായി ഒഴുക്കിവിട്ടതിനും മാലിന്യങ്ങൾ വേർതിരിക്കാതെ സംഭരിച്ചു വച്ചതിനും മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാത്തതിനും കേരള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലോലിനോ എന്ന സ്ഥാപനത്തിന് 30,000 രൂപ പിഴ ചുമത്തുകയും തുടർ നടപടിക്കായി നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷറഫ് പി, സ്ക്വാഡ് അംഗം അലൻ ബേബി, ദിബിൻ CK, തളിപ്പറമ്പ് നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ KM രമ്യ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി ന്യൂസ് കണ്ണൂർ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 8,285, പവന് 66,280 രൂപ, വെള്ളി 105 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. സംഘർഷത്തിൽ മുങ്ങി യൂത്ത് കോൺഗ്രസ് കലക്ടറേറ്റ് മാർച്ച്. ജലപീരങ്കിക്കെതിരെ കല്ലേറ്. നേതാക്കൾ പോലീസ് കസ്റ്റഡിയിൽ. മാർച്ച് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യം ഉന്നയിച്ച്. പുഴയുടെ ചിരി മായാതെ കാക്കാൻ ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമിയും. പെരുമ്പാപ്പുഴയിൽ ശുചീകരണം. കുമിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് ബന്ധപ്പെട്ടവർക്ക് കൈമാറി. ഇനി ലക്ഷ്യം പഴയങ്ങാടി പുഴ ശുചീകരണ പ്രവൃത്തി. വീണ്ടും PJ തരംഗം. P ജയരാജനെ പുകഴ്ത്തി കണ്ണൂരിൽ ഫ്ലക്സുകൾ നിരന്നു. പുകഴ്ത്തൽ CPM ശക്തി കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച്. പ്രതിഷേധം CPM പാർട്ടി കോൺഗ്രസിൽ ജയരാജനെ ഉൾപ്പെടുത്താത്തതിനാൽ. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.